ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടിയും മൈദയും ഒന്നും ഉപയോഗിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യത്തേത് കോൺഫ്ലോർ. ഇത് ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ. ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് കോൺഫ്ലോർ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ടോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, കോണിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഞാൻ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന അത് തന്നെയാണ് സംഭവം. ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതുപോലത്തെ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് 100 ഗ്രാമിൻ്റെ. അപ്പം ഇതിന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ 200 ഗ്രാമാണ് എടുത്തേക്കുന്നത് കോൺഫ്ലോർ. ഞാൻ ബാക്കി അളവുകൾക്കായി എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. നമ്മുടെ ഒരു പാക്കറ്റ്, അതായത് 100 ഗ്രാം കോൺഫ്ലോർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ കറക്റ്റാണ്. നമ്മളിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ ഗ്ലാസ്സിന് 4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയ്യ്. ഇനി നമുക്ക് കോൺഫ്ലോറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ഒഴിച്ചിട്ട്. ഞാനിവിടെ നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂണോ ഫോർക്കോ എന്ത് വേണേലും വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. 1 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം നമ്മൾ ടോട്ടൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു ഉരുളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യണം. ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലുത്തു നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് 4-5 ഏലക്ക പൊടിച്ചിടണം. അപ്പോൾ ഏലക്ക പൊടിക്കാൻ എളുപ്പത്തിന് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് പഞ്ചസാര ആണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ അത് നമ്മുടെ പൊടി മൊത്തം അതിൻ്റെ അകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കരുത്. ഇത് നമ്മൾ കൈ ഒഴിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹലുവയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക വീണ്ടും. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ കൂടെയൊക്കെ കണ്ടോ, ഇങ്ങനെ കട്ട പിടിച്ച് വന്നാൽ കണ്ടോ. അപ്പം നമ്മളിനി കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ല വൈറ്റ് കളറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് റെഡ് കളറാണ്. കണ്ടോ, ചുറ്റും ഒഴിച്ചു കൊടുത്തു. കളർ കണ്ട ആരും പേടിക്കുകയൊന്നും വേണ്ട. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് ഫുഡ് കളറല്ല, ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ട സൈഡിൽ കൂടെ ഓരോ കട്ടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ ഉണ്ടാക്കുന്നത്, നമ്മുടെ ബീട്രൂട്ടില്ലേ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞ് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പം കളറിന് വേണ്ടി ഒഴിച്ചു കൊടുത്തത്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല ടൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് വീണ്ടും ഇളക്കണം. അപ്പോൾ ഇങ്ങനെ ഒക്കെ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇളക്കി നമ്മുടെ വെള്ളം വറ്റുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറച്ച് ഇളക്കി കഴിയുമ്പോൾ അത് വീണ്ടും കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ സാദാ ചെയ്യുന്നത്. ഇപ്പം വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബദാം ഇടാം. ബദാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബദാമൊക്കെ വേണമെങ്കിൽ നെയ്യിക്കകത്ത് വറുത്തിട്ടും ഇടാം. ഞാനിപ്പോൾ ഇത് വറുക്കാതെ അങ്ങ് ഇട്ടുവെന്നേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഞാൻ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ കാഷ്യൂവും ബദാമും ഒക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇളക്കണം. നമ്മൾ നിർത്താൻ പാടില്ല. ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒരു 3 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇളക്കാനുണ്ടാവും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു 30 മിനിറ്റ് അത്ര ഇളക്കിയാൽ മതി. എല്ലാവരും മടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ വീണ്ടും 1 സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നമ്മൾ ഒരുപാട് ഒരു 4 സ്പൂൺ മാക്സിമം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ കൂടുതലായാലും നെയ്യുടെ ചുവ ഒരുപാട് വരും, നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് വരും. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പം വാൾനട്ട് ആണെങ്കിലും പിസ്ത ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും അത് ടൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാണാനും കണ്ടില്ലേ, ജെല്ലി പോലെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനപ്പം നേരത്തെ തന്നെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ സൈഡിൽ കൂടെ തൂത്തിട്ടുണ്ട്. വെള്ള കളർ എള്ളും പിന്നെ കാഷ്യൂവും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഹൽവ ഇതിൽ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കാഷ്യൂ ഒക്കെ പോവാതെ തന്നെ അത് പാത്രത്തിൽ വെക്കണം. എന്നിട്ട് നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ. ഇപ്പം എനിക്ക് 2 പാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ, വെറുതെ വെളിയിൽ വെച്ചാൽ മതി. ഇത് 3 മണിക്കൂറിന് ശേഷമുള്ളതാണ്. നമ്മുടെ ഹൽവ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ജെല്ലി പോലെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കണം, അത് വിട്ടുപോരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിൻ്റെ മേലെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് അത് തിരിക്കുക. എന്നിട്ട് പതുക്കെ നമ്മുടെ പാത്രം മുകളിലേക്ക് പൊക്കിയെടുക്കുക. കണ്ടോ, നമ്മുടെ ഹൽവ സൂപ്പറായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. കാഷ്യൂ ഒക്കെ അതുപോലെ തരുമ്പോൾ ഇരിപ്പുണ്ട്, എള്ളും ഒക്കെ ഉണ്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഉൾവശമൊക്കെ നോക്കിയേ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അതിലൂടെ നമുക്ക് എള്ളൊക്കെ കാണാൻ പറ്റും. ഇനി ഞാനിതൊരു ചെറിയ പീസുകളാക്കി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ഉൾസൈഡൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഞെക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.